Hello everyone, this is Gayatri Shankar. Welcome back to my YouTube channel. അപ്പോൾ നമ്മൾ കേരള സെറ്റിന്റെ പേപ്പർ 1 വേണ്ടിയിട്ടുള്ള PYQ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. This is video number 8 and today we will be discussing close to 60 questions. So without further delay, let's go into the video. So the main objective of RMSA is enhancing access to. RMSA എന്ന് പറയുന്നത് നമുക്കറിയാം രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനാണ്. നമ്മുടെ DPEP, RMSA, RUSA, RUSA എല്ലാം ഒരു സീരീസ് ആയിട്ട് വന്ന സ്കീംസ് ആണ്. അപ്പം ഇതിന്റെയൊക്കെ ടൈം ലൈൻസും കൂടെ ഓർത്ത് വയ്ക്കുക. താഴെ കമന്റ് ചെയ്യുക RMSA വന്ന വർഷം ഏതാണ്. സോ RMSA എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? പ്രൈമറി എഡ്യൂക്കേഷൻ ആണോ, സെക്കൻഡറി ആണോ, ഹയർ ആണോ, ടീച്ചർ എഡ്യൂക്കേഷൻ ആണോ? സിമ്പിൾ ആണ്, സെക്കൻഡറി എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു RMSA. സോ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആയിരുന്നു RMSAയുടെ ലക്ഷ്യം. അടുത്തത് 3-store മെമ്മറി മോഡൽ വാസ് പ്രപ്പോസ് ബൈ. 3-store മെമ്മറി മോഡൽ ആരാണ് പ്രപ്പോസ് ചെയ്തത്? ആറ്റ്കിൻ ആൻഡ് ഷിഫ്രിൻ ആണോ, വില്യം ജെയിംസ് ആണോ, പീറ്റർസൺ ആൻഡ് പീറ്റർസൺ ആണോ, ബാഡ്ലി ആൻഡ് ഹിച്ച് ആണോ? ഇത് നമ്മൾ നമ്മുടെ സീരീസിൽ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ആറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ ആണ് 3-store മോഡൽ ഓഫ് മെമ്മറി പ്രപ്പോസ് ചെയ്തത്. സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. അടുത്തത് മൈക്രോ ടീച്ചിങ് വാസ് ഡിസൈൻഡ് ബൈ. നമുക്കറിയാം മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ചെറിയ സ്കിൽസ് ക്ലാസ് റൂമിൽ നമ്മുടെ ഒരു സിമുലേറ്റഡ് എൻവയോൺമെന്റിൽ പ്രാക്ടീസ് ചെയ്യാൻ ടീച്ചേഴ്സ്, അതായത് ട്രെയിനിങ് ടീച്ചേഴ്സ്, BEd ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ടാസ്ക് തന്നെയാണ് മൈക്രോ ടീച്ചിങ്. മൈക്രോ ടീച്ചിങ് വാസ് ഡിസൈൻഡ് ബൈ അലൻ, ബ്രൈറ്റ് W. അലൻ, DW അലൻ എന്നായിരിക്കും തരുന്നത്. സോ അലൻ വാസ് ദ വൺ ഹു ഡിസൈൻഡ് മൈക്രോ ടീച്ചിങ്. അടുത്ത ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഷുഡ് ബി അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് ദ ചൈൽഡ്. ഒരു കുട്ടിയുടെ നേച്ചറിനെ സംബന്ധിച്ച് വരേണ്ട ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, നാച്ചുറലിസം ആണ്. അടുത്തത് ദ മീനിങ് ഓഫ് ദ വേർഡ് ബുദ്ധ. ബുദ്ധ എന്ന് പറയുന്ന ടേമിന്റെ മീനിങ് എന്താണ്? ബുദ്ധ മീൻസ് എൻലൈറ്റൻഡ് എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് ക്രിട്ടിക്കൽ പെഡഗോഗി വാസ് ഡെവലപ്ഡ് ബൈ ആസ് എൻ എഡ്യൂക്കേഷണൽ അപ്രോച്ച് ബൈ. ക്രിട്ടിക്കൽ പെഡഗോഗി ഒരു എഡ്യൂക്കേഷണൽ അപ്രോച്ച് ആയിട്ട് ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിലാണെങ്കിലും നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ സീരീസിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. സോ ആൻസർ ഇസ് പൗലോ ഫ്രൈർ. നെക്സ്റ്റ് വൺ, റെപ്രസെന്റേഷൻ ഓഫ് അനദർ ഓതേഴ്സ് നോളജ്, ലാംഗ്വേജ്, thoughts, ideas or experiences in one's own original work is known as. നമ്മൾ മറ്റൊരാളുടെ നോളജിനെയോ തോട്ട്സിനെയോ ഐഡിയാസിനെയോ നമ്മുടേതായിട്ട് ഒരു റെഫറൻസ് ഇല്ലാതെ പറയുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് പ്ലേജറിസം. അടുത്തത് ദ ഇൻഡിപെൻഡന്റ് ഫിലോസഫി വിത്ത് വൺസ് ഓൺ മെറ്റഫിസിക്സ്, എപ്പിസ്റ്റമോളജി, ലോജിക്സ്, എത്തിക്സ് ആൻഡ് സാൽവേഷൻ ഈസ്. അതായത് ഒരു ഇൻഡിപെൻഡന്റ് ഫിലോസഫിയാണ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, ലോജിക്, എത്തിക്സ് ആൻഡ് സാൽവേഷൻ. ദി particular philosophy is called Sankhya philosophy. So Sankhya philosophy is an independent Indian philosophy with its own metaphysics, epistemology, ethics, salvation and theory. അതേസമയം വൈശേഷിക, ന്യായ, മീമാംസയൊക്കെ കുറെ കൂടെ കണക്റ്റഡ് ആണ്. Whose words are these? Reality is created by mind. So we change our reality by changing our mind. നമുക്ക് അറിയാം മൈൻഡിന് കൂടുതൽ എംഫസിസ് കൊടുക്കുന്ന ഫിലോസഫി എന്ന് പറയുന്നത് ഐഡിയലിസം ആണ്. അപ്പൊ ഇതിനകത്ത് ഐഡിയലിസ്റ്റ് ആരാണെന്ന് മാത്രം നോക്കിയാൽ മതി. We know that idealist is Plato. Plato ആണ് ബിലീവ് ചെയ്തിരുന്നത് that mind shapes reality. പലപ്പോഴും നമുക്ക് കോട്ട്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനകത്തെ കോൺസെപ്റ്റ് നോക്കിയാൽ നമുക്ക് കുറെയൊക്കെ ആ ക്വസ്റ്റ്യൻ സോൾവ് ആയി പോകും. ഇവിടെ തന്നെ ഈ കോട്ട് ഇസ് ബേസ്ഡ് അപ്പോൺ മൈൻഡ്. മൈൻഡ് ഇസ് റിലേറ്റഡ് ടു ഐഡിയലിസ്റ്റിക് ഫിലോസഫി. അപ്പൊ ഇതിനകത്ത് ഐഡിയലിസ്റ്റ് ആരാണെന്ന് നോക്കിയാൽ മതിയാകും. നമുക്കറിയാം റൂസോ നാച്ചുറലിസ്റ്റ് ആണ്, ജോൺ ഡ്യൂവി പ്രാഗ്മാറ്റിസ്റ്റ് ആണ്, ആൻഡ് ഫ്രോബൽ ഒരു ഹ്യൂമനിസ്റ്റ് ആണെന്നും പറയാം, റിയലിസ്റ്റ് ആണെന്നും പറയാം. Okay, the process through which humans engage in a process of to realign the culture of its vision, mission and core values to achieve its strategic objectives is. അതായത് ഒരു പെർട്ടിക്കുലർ ഹ്യൂമൻ കമ്മ്യൂണിറ്റി അവരുടെ സ്വന്തം കൾച്ചറിന്റെ മിഷനും വിഷനോട് റിയലൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് സ്ട്രാറ്റജി എന്നാണ് വിളിക്കുന്നത്? ഇറ്റ് ഇസ് കോൾഡ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ. അതായത് നമ്മുടെ ഓൾറെഡി ഉള്ള കൾച്ചറിന്റെ വാല്യൂസിനെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പ്രോഗ്രഷന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് അതിനെ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. A systematic and professional psychological assistance service provided by experts to solve emotional, social, ethical, moral and health problems is.
അപ്പം നമുക്കറിയാം നമ്മൾ പല ടൈപ്പ് ഓഫ് ഗൈഡൻസ് പഠിച്ചു. അതിൽ നമ്മുടെ ഇമോഷണൽ, സോഷ്യൽ, എത്തിക്കൽ, മോറൽ ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസിനെ നമ്മൾ ഗൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഗൈഡൻസ് ഏതാണെന്നാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പേഴ്സണൽ ഗൈഡൻസിലാണ് ഒരു പേഴ്സണെ സംബന്ധിച്ചുള്ള ഇമോഷണൽ, സോഷ്യൽ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. Next one, the act of doing something without an obvious external reward and because of inherent interest. ഇതും നമ്മൾ പഠിച്ചാണ്. 2 types of motivation. നമ്മൾ പുറത്തുനിന്നൊരു റിവാർഡ് കിട്ടാതെ നമ്മളിൽ തന്നെയുള്ള ഇൻട്രസ്റ്റ് കാരണം നമ്മളൊരു ആക്ട് ചെയ്യുമ്പോൾ വി കോൾ ഇറ്റ് ആസ് ഇൻട്രൻസിക് മോട്ടിവേഷൻ. ഇന്റേണൽ ആയിട്ട് നമുക്ക് തോന്നുകയാണ് ഇത് ചെയ്താൽ എനിക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. അടുത്തത് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് വാസ് പ്രപ്പോസ് ബൈ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. JP ഗിൽഫോർഡ് ആണ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് പ്രപ്പോസ് ചെയ്തത്. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വന്നത് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് അദ്ദേഹം ഏത് ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്? ഇറ്റ് ഈസ് യൂസിങ് ഫാക്ടർ അനാലിസിസ് ദറ്റ് JP ഗിൽഫോർഡ് arrived at the structure of intellect. Take a step back from the problem and allow the mind to wander, to let it contemplate and work out the problem through it is. ഈ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റിനെ സാധൂകരിക്കുന്നത് ഈ താഴെ പറയുന്നവയിൽ ഏത് ടേം ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമ്മൾ ആ പ്രോബ്ലത്തിൽ നിന്നൊന്നും മാറി നിന്നിട്ട് ആ പ്രോബ്ലത്തിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ആസ്പെക്ട്സ് പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വി ലെറ്റ് അവർ മൈൻഡ് വാണ്ടർ എങ്കിൽ ആ പെർട്ടിക്കുലർ ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് ഇൻക്യുബേഷൻ. നമ്മുടെ ക്രിയേറ്റിവിറ്റിയിലെ 4 സ്റ്റെപ്പിലുള്ള സെക്കൻഡ് ഇതാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. ഇൻക്യുബേഷന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ലെറ്റ് അവർ മൈൻഡ് വാണ്ടർ അൺകോൺഷ്യസ്ലി. Now, who among the following is a social psychologist? Social psychologist ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം സോഷ്യൽ സൈക്കോളജിയെ പറ്റി ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്തിരിക്കുന്നത് ലെവ് വൈഗോട്സ്കി ആണ്. ദ മോർ നോളജബിൾ അതേഴ്സ്, അതുപോലെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അത് മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയും ലാംഗ്വേജും തമ്മിലുള്ള ബന്ധവും എല്ലാം പറഞ്ഞിരിക്കുന്നത് ലെവ് വൈഗോട്സ്കി ആണ്. സോ ലെവ് വൈഗോട്സ്കി ഇസ് ദി സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഹിയർ. അടുത്തത് NEP 2020 വാസ് സബ്മിറ്റഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ കസ്തൂരി രംഗന്റെ ചെയർമാൻഷിപ്പിലാണ് NEP 2020 സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലീസ് ഓൾസോ റിമെമ്പർ ദിസ് പെർട്ടിക്കുലർ നെയിം, TSR സുബ്രഹ്മണ്യം. ഈ NEP 2020 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് കസ്തൂരി രംഗൻ ആണെങ്കിലും NEP 2020യെ പറ്റിയിട്ടുള്ള അത് ആ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ട് ഫോം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത ആളാണ് TSR സുബ്രഹ്മണ്യൻ. സോ പ്ലീസ് കീപ് ദാറ്റ് ഓൾസോ ഇൻ മൈൻഡ്. Next one, among the following articles which is not based on children base ചെയ്യാത്ത ആർട്ടിക്കിൾ ഏതാണ്? So it is Article 23 which is prohibits human trafficking in forced labor. അതൊരു പെർട്ടിക്കുലർലി ചൈൽഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ അല്ല. ബാക്കിയുള്ള എല്ലാ ആർട്ടിക്കിൾസും ഇസ് ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ. അപ്പോൾ അതിന് കൂടുതൽ ചൈൽഡുമായിട്ട് റിലേഷൻ ഉണ്ട്. Next one, the function of National University of Educational Planning and Administration. So ഇത് കുറച്ച് നാൾ മുമ്പുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഓൾമോസ്റ്റ് ഒരു 4 years ബാക്ക്. അന്ന് നാഷണൽ യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബട്ട് ഇപ്പോൾ ഇറ്റ് ഇസ് നോൺ ആസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് നീപ്പയെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. NIEPA, നീപ്പ. റൈറ്റ് നൗ ഇറ്റ് ഇസ് നോൺ ആസ് NIEPA. ഇടയ്ക്ക് അതിൻ്റെ പേര് മാറ്റി NUEPA ആക്കിയിരുന്നു. ബട്ട് നൗ ഇറ്റ് ഇസ് നീപ്പ, NIEPA. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും NI വരത്തുള്ളൂ. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇറ്റ് ഇസ് വെരി ഓബ്വിയസ്. പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ പ്ലാനിങ് കംസ് ഇൻ ദി ഫംഗ്ഷൻ. മാനേജിങ് കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ടീച്ചർ എഡ്യൂക്കേഷൻ ത്രൂ റിസർച്ച്, ട്രെയിനിങ്, കൺസൾട്ടൻസി ആൻഡ് ഡെസിമിനേഷൻ. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഇതിൻ്റെ ആൻസർ ഒളിഞ്ഞു കിടപ്പുണ്ട്. മിക്ക ക്വസ്റ്റ്യൻസും സെറ്റിൽ നമ്മുടെ സ്റ്റാറ്റിക് പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ സംവാട്ട് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് ഇസ് ദെയർ. സോ ദാറ്റ് ഇസ് ഇറ്റ്. നൗ ദ ലാംഗ്വേജ് പോളിസി, 3 ലാംഗ്വേജ് ഫോർമുല ആദ്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്തത് ഈ പറയുന്നവയിൽ ഏത് വർഷത്തിലാണ്? ഇറ്റ് ഇസ് വെരി നോൺ. 1968 ദ ഫസ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലാണ് നമ്മൾ 3 ലാംഗ്വേജ് ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദോ ഇറ്റ് വാസ് സജസ്റ്റഡ് ഇൻ 1964 ബൈ കോത്താരി കമ്മീഷൻ. 1968 ആണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സജഷനാണ് കോത്താരി കമ്മീഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി മീരാംബിക എന്ന് പറയുന്നത് ആരുടെ വർക്ക് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മീരാംബിക ഇസ് ദി വർക്ക് ഓഫ് അരബിന്ദോ ഘോഷ്. അരബിന്ദോ ഘോഷിന്റെ ഫിലോസഫിക്കൽ വർക്കാണ് മീരാംബിക. ഒരു ബുക്കാണ്. ദി എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡഡ് ടു സ്റ്റുഡൻസ് ബിഫോർ ദേ ഹാവ് അണ്ടർടേക്കൺ ദി പ്രൊഫഷൻ ടീച്ചിങ് ഇസ്. നമ്മൾ ടീച്ചിങ് എടുക്കുന്നതിന് മുമ്പ്, അതായത് BEd സ്റ്റുഡൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാണ് സ്റ്റുഡൻസിന് വേണ്ടി, സോ ദാറ്റ് ദേ ബിക്കം പ്രൊഫഷണൽ ടീച്ചേഴ്സ് എങ്കിൽ ആ ടൈപ്പ് ഓഫ് ടീച്ചിങ്ങിനെ എന്താണ് പറയുന്നത്? സോ ഇറ്റ് ഇസ് പ്രീ സർവീസ് ട്രെയിനിങ്, വിച്ച് ഇസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. Next one, which among the aspect is not a component of teaching skill? ടീച്ചിങ് സ്കില്ലിന്റെ കമ്പോണന്റ് അല്ലാത്തതെന്ന്, നമ്മളെല്ലാവരും മൈക്രോ ടീച്ചിങ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അതിനകത്ത് 10 സ്കിൽസ് ആണ് മേജർലി പറയുന്നത്. ആ 10 സ്കിൽസ് അല്ലാത്ത എന്നാണ് ചോദിച്ചേക്കുന്നത്. സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ, കറക്റ്റ്. സ്കിൽ ഓഫ് പ്രോംപ്റ്റിംഗ്, സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ നമ്മൾ മൈക്രോ ടീച്ചിങ്ങിൽ ചെയ്യുന്ന മേജർ സ്കിൽസ് ആണ്. സ്കിൽ ഓഫ് ഡിക്റ്റേറ്റിംഗ് നോട്ട്സ്, അതിനൊരു സ്കില്ലേ അല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യമാണ്. സോ ദാറ്റ് ഇസ് നോട്ട് എ കമ്പോണന്റ്. ഈ നോട്ടൊക്കെ അവര് കുറെ കൂടെ സ്ട്രെസ് ചെയ്താണ് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത്, സോ ദാറ്റ് നമ്മുടെയും കൂടെ ഫേവറിൽ, ദാറ്റ് വി ഡോണ്ട് മിസ് ഔട്ട് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ കമ്പോണന്റ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിക്കുക. സോ സ്കിൽ ഓഫ് ഡിക്റ്റേറ്റിംഗ് നോട്ട്സ് ആണ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ടീച്ചിങ് സ്കിൽ. Next, instruction which includes direct teaching, independent practice and collaborative learning to increase student engagement and thinking skill is. അതായത് കുട്ടിയെ ഡയറക്റ്റ് ആയിട്ട് ടീച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ കുട്ടിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നുണ്ട്. കൊളാബറേറ്റീവ് ലേണിംഗ്, അതായത് കുട്ടികൾ തമ്മിലുള്ള എൻഗേജ്മെന്റും എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. തിങ്കിങ് സ്കിൽസ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ പറയുന്നവയിൽ ഏത് ലേണിംഗ് ആണത്? ഫെസിലിറ്റേറ്റഡ് ലേണിംഗ് ആണ്. അതായത് ഡയറക്റ്റ് ടീച്ചിങ് ഉണ്ടെങ്കിൽ, നമ്മൾ ആദ്യം പഠിപ്പിച്ചതിന് ശേഷമാണ് കുട്ടിക്ക് ഇൻഡിപെൻഡന്റ് പ്രാക്ടീസിനും കൊളാബറേറ്റീവ് ലേണിങ്ങിനും സമയം കൊടുക്കുന്നുവെങ്കിൽ അതിന് ഫെസിലിറ്റേറ്റഡ് ലേണിംഗ് എന്നാണ് പറയുന്നത്. അടുത്തത്, ടൂൾ യൂസ് ടു ഇൻട്രൊഡ്യൂസ് എ ലെസൺ topic which illustrate the relationship between what the student already know and about the new information. In that way, in a way that helps them to understand, retain and remember things. അതായത് കുട്ടിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ ക്ലാസ്സിൽ പറയുന്നു. പുതിയ പറയാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെയാണ് പഴയ ടോപ്പിക്കുമായിട്ട് അറ്റാച്ച്ഡ് അല്ലെങ്കിൽ റിലേഷൻ എന്താണെന്നും കൂടെ നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് ഈ താഴെ പറയുന്നവയിൽ ഏത് മോഡലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വി ആർ വെരി ഫെമിലിയർ വിത്ത് ദിസ്. ഇറ്റ് ഇസ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ. ഡേവിഡ് അസുബലിന്റെ മോഡലാണ്. അഡ്വാൻസ്ഡ് ഓർഗനൈസറിൽ പലപ്പോഴും നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്കും പഴയ ടോപ്പിക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. Next, arrange the following in correct order starting from bottom hierarchy of Dale's Code. Dale's Code നമ്മൾ ക്ലാസ്സിൽ എന്താണ് we have discussed it. അതായത് ബോട്ടം അപ്പ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കുന്നത് മുതൽ ഏറ്റവും അബ്സ്ട്രാക്ട് എക്സ്പീരിയൻസ് വരെയാണ് ഡെയിൽസ് കോഡ് മുകളിലോട്ട് പോകുന്നത്. താഴെ കൊടുക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറെ കൂടെ ലോങ് ടേം റിട്ടൻഷൻ ഉള്ളതായിരിക്കും. മുകളിൽ കൊടുക്കുന്ന എക്സ്പീരിയൻസ് ദോ ഇഫക്റ്റീവ് റിട്ടൻഷൻ വളരെ വളരെ കുറവായിരിക്കും. സോ ഡയറക്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് തുടങ്ങി ഫീൽഡ് ട്രിപ്പ് ആകുമ്പോൾ കുറെ കൂടെ നമുക്ക് റിട്ടേൺ ചെയ്യും മെമ്മറീസ് ഒക്കെ. മോഷൻ പിക്ചർ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. വെറുതെ ക്ലാസ്സിൽ ലെക്ചർ മാത്രം എടുത്താൽ കുട്ടി അത് മറക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ C. Next, any identifiable resources present on or connected to World Wide Web. World Wide Web ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റിസോഴ്സ് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഇസ് വെബ് റിസോഴ്സസ്. അതിനകത്ത് തന്നെ ഉണ്ട് ആൻസർ. വെബിനകത്ത് കണക്ട് ചെയ്തേക്കുന്ന റിസോഴ്സസിനെ നമ്മൾ വെബ് റിസോഴ്സസ് എന്നാണ് വിളിക്കുന്നത്. A child's ability to know what objects continue to exist even though they are no longer seen or heard. നമുക്കറിയാം ഇത് ജീൻ പിയാഷയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണുള്ളത്. സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ. അതിൽ നമ്മുടെ സെൻസറി മോട്ടോർ സ്റ്റേജിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ സവിശേഷതയാണ്
കുട്ടി ഒബ്ജക്റ്റ് കാണുന്നില്ല. കുഞ്ഞു വാവയുടെ അടുത്തൊക്കെ നമ്മളൊരു ഒബ്ജക്റ്റ് കൊണ്ട് കാണിച്ചിട്ട് അതെടുത്ത് മാറ്റിയാലും ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ദേ നോ ദാറ്റ് അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ആ ഒബ്ജക്റ്റ് മാറ്റിയെങ്കിലും ആ ഒബ്ജക്റ്റ് വേറെ എവിടെയോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ വരുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് വിളിക്കുന്നത്. അത് വരുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. പിയാഷയുടെ ആ 4 ലെവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ലെവലിലും വരുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസ് ബേസ്ഡ് വീഡിയോസ് കണ്ടിട്ട് വരാം. അടുത്തത് ചൈൽഡ്സ് എബിലിറ്റി ടു നോ ദാറ്റ് ഒബ്ജക്ട്സ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ ദോ ദേ ആർ നോ ലോnger സീൻ ഓർ ഹേർഡ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒബ്ജക്ട് പെർമനൻസ്. When a modifiable connection is established between a stimulus and appropriate response, and when it is followed by a set of satisfying responses, the bond gets strengthened. അതായത് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന സ്റ്റിമുലസിനനുസരിച്ചാണ് കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, വൺസ് നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസിനനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റെസ്പോൺസ് കുട്ടി തന്നു കഴിയുമ്പോൾ നമ്മളെ കുട്ടിയെ റീഇൻഫോഴ്സ് ചെയ്യുന്നു. മോനെ കൊള്ളാണ്, നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടി ഈസ് മോർ ലൈക്ലി ടു ഫോളോ. ഇനി അടുത്ത പ്രാവശ്യം കൊടുക്കുന്ന സ്റ്റിമുലസ് കുട്ടി കുറെ കൂടെ സ്ട്രോങ്ങർ ആയിട്ട് ആ റെസ്പോൺസ് എന്ത് ചെയ്യും, അതുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പം നമ്മൾ കൂടുതൽ കുട്ടിയെ റീഇൻഫോഴ്സ് ചെയ്യുന്നു, കുട്ടിയുടെ പ്രകീർത്തിക്കും തോറും നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസുമായിട്ട് കുട്ടിക്ക് കൂടുതൽ സ്ട്രോങ്ങർ ബോണ്ട് റെസ്പോൺസിനുണ്ടാവും. അതിനെ എന്താണ് വിളിക്കുന്നത്? ഇറ്റ് ഇസ് കോൾഡ് ആസ് ലോ ഓഫ് എഫക്ട്. നമ്മുടെ തോണ്ടേക്കിന്റെ 3 ലോസ് ആണ്, വിച്ച് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ അവർ വീഡിയോസ്. ഒന്ന് പോയി നോക്കിയിട്ട് വരിക. The highest learning stage in Gagne's learning hierarchy, നമ്മൾ ഓൾമോസ്റ്റ് 7 stages of learning പഠിച്ചതാണ്. അതിൽ ഹയസ്റ്റ് സ്റ്റേജ് ഏതാണ്? ഒബ്വിയസ്ലി പ്രോബ്ലം സോൾവിംഗ് ആണ് ഹയസ്റ്റ് സ്റ്റേജ്. ഇനി ഡിസബിലിറ്റി റിസൾട്ടിങ് ഇൻ ലേണിംഗ് ഓർ കോംപ്രിഹെൻഡിങ് മാത്തമാറ്റിക്സിനെ മനസ്സിലാക്കാനുള്ള ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഡിസ്കാൽക്കുലിയാണ്. ഇപ്പൊ ഡിസ്കാൽക്കുലിയ ഇസ് എ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ടു സോൾവ് മാത്തമാറ്റിക്സ്. അടുത്തത് തിയറി ഓഫ് ലീഡർഷിപ്പ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ലീഡർ വർക്ക്സ് വിത്ത് ഗ്രൂപ്പ് ബിയോണ്ട് യുവർ ഇമ്മീഡിയറ്റ് സെൽഫ് ഇൻട്രസ്റ്റ് ടു ഐഡന്റിഫൈ ദ നീഡ് ചേഞ്ച് ആൻഡ് ക്രിയേറ്റ് വിഷൻ ടു ഗൈഡ് ദ ചേഞ്ച്. അതായത് ഒരു ലീഡർ ഇൻ എ പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അയാളുടെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അയാൾ എപ്പോഴും അയാളുടെ സെൽഫ് ഇൻട്രസ്റ്റ് മാറ്റി വെക്കുകയും ആ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ട ചേഞ്ചുകളെ പറ്റിയിട്ടും ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വിഷൻ എന്താണെന്നും കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരികയാണെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഇസ് ഇറ്റ്? കരിസ്മാറ്റിക്, ഡെമോക്രാറ്റിക്, ട്രാൻസാക്ഷണൽ, ട്രാൻസ്ഫോർമേഷണൽ. സോ കരിസ്മാറ്റിക് എന്ന് പറയുമ്പം പലപ്പോഴും ലീഡറിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ലീഡറിന്റെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്താണ് കരിസ്മാറ്റിക് ലീഡർഷിപ്പ് വരുന്നത്. അപ്പോൾ ലീഡറിന്റെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതല്ല ആൻസർ, ഇതല്ല. ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പം ലീഡറിന്റെ സെൽഫ് ഇൻട്രസ്റ്റും ഉണ്ട്, അതുപോലെ ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളും ചോദിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് സെൽഫ് ഇൻട്രസ്റ്റഡ് അല്ല ലീഡർ ഇൻ ദ ചേഞ്ച്, ബട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ട നീഡ് ആൻഡ് ചേഞ്ചും അതിന്റെ വിഷന്റെ ക്രിയേഷനുമാണ് ഇവിടെ മേജർ ഫോക്കസ് കൊടുത്തേക്കുന്നത്, വിച്ച് ഇസ് കോൾഡ് ആസ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് ആണ് സെൽഫ് ഇൻട്രസ്റ്റിന് അപ്പുറത്തേക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വിഷനെയും അതുപോലെ അവിടുത്തെ നീഡിനെയും ബേസ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ്. അടുത്തത് ഹൂ ഇസ് എൻ അണ്ടർ അച്ചീവർ എന്ന് പറയുമ്പോൾ ഈ താഴെ പറയുന്നവയിൽ ഏത് ലേണേഴ്സ് ആണ്? ലേണേഴ്സ് ഹു ലേൺ in slow pace, slower than their peers due to low intelligence, learners who fail to attain a predicted level of achievement, a learner with difficulty in reading and writing, a learner with very low intelligence and cognitive functions. ഈ അണ്ടർ അച്ചീവേഴ്സിനെ നമുക്ക് ഒരിക്കലും ലോ ഇന്റലിജൻസുമായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ലോ ഇന്റലിജൻസ് ഇല്ലാത്തവരും ചില സബ്ജക്ട്സിൽ അണ്ടർ അച്ചീവ് ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ടോപ്പർ ആയിരിക്കും, ചില പെർട്ടിക്കുലർ സബ്ജക്ട്സ് വരുമ്പം ദ പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ഇൻട്രസ്റ്റ്. സോ അതുകൊണ്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് അച്ചീവ്മെന്റിൽ എത്താത്ത കുട്ടികളെയാണ് നമ്മൾ അണ്ടർ അച്ചീവേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരൊരിക്കലും ലോ ഇന്റലിജൻസുമായിട്ട് ടൈ ചെയ്യാൻ നോക്കരുത്. സിസ്റ്റമാറ്റിക്കലി കീപ്പിംഗ് നോട്ട്സ് on specific observation of individual learner behavior, skills, attitudes and in and out the classroom. അപ്പം നമ്മളൊരു ക്ലാസ്സിൽ കുട്ടി ബാക്ക് ടു ബാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒബ്സർവ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ എന്താണത് സൂചിപ്പിക്കുന്നതെന്നാണ് അനക്ഡോട്ടൽ റെക്കോർഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. നമ്മൾ കുട്ടിയുടെ പ്രോഗ്രഷൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
Now, which is the weakest form of measurement? ഞാൻ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്സ് നമ്മുടെ ഡീറ്റെയിൽ ക്ലാസ്സിൽ എടുത്തിട്ടില്ല. അപ്പം ഇനി ഒരു ഹ്യൂജ് മാരത്തോൺ വീഡിയോ വരുന്നുണ്ട്, നമ്മൾ ഇതുവരെ ഡീറ്റെയിൽ സിലബസ് സീരീസിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പിട്ട മാരത്തോൺ ക്ലാസ്സിലോ ഡിസ്കസ് ചെയ്യാത്തതായിട്ട് കുറേ ടോപ്പിക്സ് ഉണ്ട്. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ പോയപ്പോൾ കണ്ട കുറേ ടോപ്പിക്സ് ആണ്. ആ ടോപ്പിക്സ് എല്ലാം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇനി വരാൻ പോകുന്ന മാരത്തോണിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു ദ ഫോളോയിങ് ഓഫ് ദ വീക്കസ്റ്റ് ഫോം ഓഫ് മെഷർമെന്റ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇനി വരുന്ന ഒരു വീഡിയോയിൽ, മാരത്തോൺ വീഡിയോയിൽ ക്ലാസ് എടുത്തു തരാം. സോ ആൻസർ ഇവിടെ നോമിനൽ സ്കെയിലാണ്. നോമിനൽ സ്കെയിൽ ആണ് വീക്കസ്റ്റ് സ്കെയിൽ ഓഫ് മെഷർമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന ഒരു മാരത്തോണിനകത്ത് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സർവേ റിസർച്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ടേക്കൺ ഇൻ ഓർഡർ. നമ്മൾ സർവേ ചെയ്യുമ്പം എന്തൊക്കെയാണ് ആദ്യമായിട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ഇൻഫറൻസ് സർവേയിൽ അവസാനം ചെയ്യൂ, കാരണം ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷമേ നമുക്ക് ലാസ്റ്റ് ഇൻഫർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഒറ്റ കോൺസെപ്റ്റിൽ നിന്ന് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ആയി കിട്ടും. സോ ആൻസർ ഇസ് എ. നമ്മൾ ആദ്യം ചെയ്യുന്നത് സാമ്പിളിംഗ് ആണ്, അതായത് നമ്മൾ ആരിൽ നിന്നും വേണം ഡേറ്റ കളക്ട് ചെയ്യാൻ എന്നുള്ള ഒരു ഐഡിയ ആണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ സാമ്പിളിംഗ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതിനുശേഷം ഡേറ്റ അനലൈസ് ചെയ്യുന്നു, ആൻഡ് ഫൈനലി നമ്മൾ ഇൻഫർ ചെയ്യുന്നു. പക്ഷേ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് സർവേയിലായാലും അവസാനമാണ് ഇൻഫറൻസ് ചെയ്യുന്നത് എന്നുള്ള ഒരു സിംഗിൾ പോയിന്റിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത് കിട്ടും വിത്തൗട്ട് ടേക്കിംഗ് മച്ച് ഓഫ് യുവർ ടൈം. Now, what is a portfolio in learning process? പോർട്ട്ഫോളിയോ നമുക്കറിയാം, ഒരു ഡോക്യുമെന്റ് ആണ്. അതിനകത്ത് നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ലേണിങ്ങും അതിനകത്ത് നമ്മൾ രേഖപ്പെടുത്തിയാണ് ഡോക്യുമെന്റ് ചെയ്താണ് പോകുന്നത്. അപ്പൊ ആ പോർട്ട്ഫോളിയോ ഇൻ ദ ലേണിംഗ് പ്രോസസ് എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ടാസ്ക് അലോക്കേറ്റഡ് ടു ലേൺ, ആ ടാസ്ക് അല്ല അല്ലെ. ഇൻഡിവിജ്വൽ ഓർ കൊളാബറേറ്റീവ് എന്റർപ്രൈസ് ദാറ്റ് ഇസ് കെയർഫുള്ളി പ്ലാൻഡ് അല്ല. It provides a student bridge between classroom and practice. അതുമല്ല. It is a compilation of academic work. ഒരു documentation of എന്തൊക്കെ വർക്ക് ചെയ്തോ അതാണ്. അത് നമുക്കറിയാം. So answer is D. Next one, what test this that is scored in a consistent manner. ഒരു consistent mannerൽ സ്കോർ ചെയ്യുന്ന ടെസ്റ്റ് which makes it possible to compare relative performances of learners. കുറച്ച് ലേണേഴ്സ് തമ്മിലുള്ള റിലേറ്റീവ് പെർഫോമൻസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്നാണ്. സോ എ സിസ്റ്റം ഫോർ ഡിസ്ക്രൈബിംഗ് ആൻഡ് അനലൈസിംഗ് ടീച്ചർ ലേണർ വെർബൽ ഇന്ററാക്ഷൻ ഇസ്. ഒരു ടീച്ചറിന്റെയും ലേണറിന്റെയും വെർബൽ ഇന്ററാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഇന്ററാക്ഷണൽ അനാലിസിസ് വെച്ചിട്ടാണ്. ഇന്ററാക്ഷണൽ അനാലിസിസിൽ 2 ടൈപ്പ് വരുന്നുണ്ട്, ഫ്ലാൻഡറും വരുന്നുണ്ട്, ഗാലവേയും വരുന്നുണ്ട്. രണ്ടും ഞാൻ നമ്മുടെ വരുന്ന മാരത്തോൺ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് സിസ്റ്റം ഫോർ ഡിസ്ക്രൈബിംഗ് ആൻഡ് അനലൈസിംഗ് ടീച്ചർ ലേണർ വെർബൽ ഇന്ററാക്ഷൻ. അതായത് ഇപ്പം ഇന്ററാക്ഷൻ അനാലിസിസ് സ്ലൈഡ്സ് തമ്മിലൊന്ന് ചെറുതായിട്ട് തിരിഞ്ഞുപോയി, സോറി. ഇനി നൗ ദി ഓർഡർ ഓഫ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾസ്. കമ്മ്യൂണിക്കേഷൻ സൈക്കിളിന്റെ ഓർഡർ എന്താണ്? ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സെൻഡർ, മെസ്സേജ്, ട്രാൻസ്മിഷൻ, റിസീവർ, ഫീഡ്ബാക്ക്. ആൻസർ ഇസ് ഡി. നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് നോട്ട് ആൻ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഗൂഗിൾ ക്രോം ഇസ് നോട്ട് എൻ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, റാദർ ഇറ്റ് ഇസ് എ സെർച്ച് എഞ്ചിൻ. അതേസമയം കാസ്പർ സ്കൈ, നോർട്ടൺ, അവാസ്റ്റ് ഒക്കെ ഒരു ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ആണ്. ഈ ആന്റിവൈറസ് സോഫ്റ്റ്വെയറിന്റെ ക്വസ്റ്റ്യൻ ബാക്ക് ടു ബാക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് വൈഡ് ഇ ലിറ്ററസി പ്രോജക്റ്റ് ഇൻ ഇന്ത്യ. ഡിസ്ട്രിക്ട് വൈഡ് ആയിട്ട് നടന്ന ലിറ്ററസി പ്രോജക്റ്റ് അക്ഷയ പ്രോജക്റ്റ് ആണ്. അടുത്തത്, വിച്ച് വൺ ഇസ് എ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം. ഈ പറയുന്നതിൽ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ഏതാണ്? വേർഡ് ആണോ, ഡോസ് ആണോ, പവർ പോയിന്റ് ആണോ, എക്സൽ ആണോ? നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. MS എക്സൽ ആണ് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 came into force on which date? ഏത് ഡേറ്റിലാണ് വന്നത്? 17th October 2000 ഇൻഫർമേഷൻ ആക്ട് 2000 വരുന്നത്. അത് സൈബർ ക്രൈമിനും ഇ കോമേഴ്സിനും വേണ്ടിയിട്ടുള്ള ചില ആക്ടുകളായിരുന്നു. Next one, the process of naturalistic inquiry that seeks as in depth understanding of social phenomenon within their natural setting is. അതായത് നമ്മൾ ചില ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് അതിലൊരു വളരെ സ്പെഷ്യൽ റിസർച്ച് ആണ് എത്നോഗ്രാഫിക് റിസർച്ച്. അതായത്
ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റിയിൽ താമസിക്കുകയാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് റിസർച്ചർ ആ കമ്മ്യൂണിറ്റിക്ക് അകത്ത് പോയി താമസിച്ച് അവരെന്താണ് അവിടെ ചെയ്യുന്നതെന്ന് വളരെ റിച്ച് കോണ്ടെക്സ്ച്വൽ ഡേറ്റ തരുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് എത്തനോഗ്രാഫിക് റിസർച്ച്. ദാറ്റ് കംസ് വിത്തിൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ചില കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ നാച്ചുറൽ സെറ്റിങ്സിനകത്ത് താമസിച്ച് അവരെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഇറ്റ് ഇസ് കോൾഡ് ആസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നു. അതുപോലെ നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് മോർ ദാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ന്യൂമറിക്കൽ നമ്പേഴ്സ് കുറെ കൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കും നറേറ്റീവ് ആയിരിക്കും. Next one, an intensive study about a person, a group of people, or a unit which is aimed to generalize over several units is called. അതായത് നമ്മൾ ഒരു ആളെ പറ്റി ഭയങ്കര ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാണ്. അത് പേഴ്സൺ തന്നെ ആവണമെന്നില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവാം. ബട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ദെൻ യു കൺസിഡർ ദ ഹോൾ തിങ്. എന്നാൽ അതിനെപ്പറ്റി വളരെ ഡീപ്പായിട്ട് പഠിച്ചിട്ട് അതിനകത്തെ ചില ഫൈൻഡിങ്സിനെ നമുക്ക് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ then it is called as case study. നമ്മുടെ ജീൻ പിയാഷെ ഹാസ് ആക്ച്വലി ഡൺ എ കേസ് സ്റ്റഡി ഇൻ ഡെവലപ്പിംഗ് ഹിസ് ഡെവലപ്മെന്റൽ മോഡൽ. തന്റെ സ്വന്തം 3 മക്കളിൽ പഠിച്ച പഠനത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആ ഡെവലപ്മെന്റൽ സ്റ്റേജസ് നമുക്ക് വേണ്ടിയിട്ട് കമ്പൈൽ ചെയ്തിരിക്കുന്നത്. Next one, group of students acts as representative of their schoolmates in discussing school issues with headmaster and staff members. ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അതായത് സ്കൂളിലുള്ള കുട്ടികൾ അവരുടേതായിട്ടുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് അവർ ഹെഡ് മാസ്റ്ററും സ്റ്റാഫുമായിട്ടും ഒക്കെ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ എന്താണ് വിളിക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്കൂൾ കൗൺസിൽ ആണ്. സ്കൂൾ കൗൺസിൽ ഇസ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദി സ്റ്റുഡന്റ് ബോഡി ഡിസ്കസിങ് സ്കൂൾ മാറ്റേഴ്സ് വിത്ത് സ്റ്റാഫ്. സോ സ്കൂൾ കൗൺസിൽ ആണ്, സ്കൂൾ പാർലമെന്റ് അല്ല. സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റിംഗ് ഏജൻസി ഫോർ മോണിറ്ററിങ് ഹയർ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാൻ ഈ പറയുന്നവയിൽ ഏത് ഏത് സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റിംഗ് ഏജൻസി ആണുള്ളത്? ആൻസർ ഇസ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ. നമുക്ക് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ട്. ആ പെർട്ടിക്കുലർ കൗൺസിലാണ് ഹയർ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ പോളിസീസ് മേക്ക് ചെയ്യണം, വിഷൻസ് ആൻഡ് മിഷൻസ് എന്തൊക്കെ മാറ്റണം, ചേഞ്ചസ് കൊണ്ടുവരണം, ആർക്കൊക്കെ ഫണ്ടിങ് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കും. Next one, an individualized and self-paced teaching strategy for classroom learning, which is based on principle of small steps and immediate feedback. ചെറിയ സ്റ്റെപ്പുകൾ ആയിട്ട് പഠിപ്പിക്കുന്നു ആൻഡ് ഓരോ സ്റ്റെപ്പിലും കുട്ടിക്ക് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്? ഇറ്റ് ഇസ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആരുടെ ഒരു സൈക്കോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടീച്ചിങ് സ്ട്രാറ്റജി ആണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ വെരി വെൽ നോൺ സൈക്കോളജിസ്റ്റ് ആൻഡ് ഹിസ് തിയറി. സോ അതെന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഹ്യൂമനിസ്റ്റ് സൈക്കോളജിസ്റ്റ്? ഈ പറയുന്നവയിൽ ആരാണ് ഹ്യൂമനിസ്റ്റ്? കാൾ റോജേഴ്സ്, ജെറോം ബ്രൂണർ, ഇവാൻ പാവ്ലോവ്, ഡേവിഡ് അസുബൽ. ഡേവിഡ് അസുബൽ ഒരു സൈക്കോളജിസ്റ്റ് പോലും അല്ല. അപ്പൊ സോ ദാറ്റ്സ് ഡൺ. ഇവാൻ പാവ്ലോവ് നമുക്കറിയാം കണ്ടീഷണൽ തിയറിയാണ്. അത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്, വിച്ച് ഇസ് നോട്ട് ഹ്യൂമനിസ്റ്റ്, ബിഹേവിയറിസ്റ്റ് ആണ്. അതുപോലെ ജെറോം ബ്രൂണർ ഒരു കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആണ് റാദർ ദാൻ ഹ്യൂമനിസ്റ്റ്. സോ ആൻസർ ഇസ് കാൾ റോജേഴ്സ്. കാൾ റോജേഴ്സ് ആണ് കൗൺസിലിംഗ് ഒക്കെ മുമ്പോട്ട് വയ്ക്കുന്നത്. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് ആണ് കാൾ റോജേഴ്സ്. നെക്സ്റ്റ് വൺ, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി ഓഫ് ലേണിംഗ് വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ, നമുക്ക് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി അറിയാം, എറിക്സൺ ആണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് മുമ്പോട്ട് വയ്ക്കുന്നത്. Which one of the following is a key behavior in effective teaching? Effective ആയിട്ടുള്ള ടീച്ചിങ്ങിന്റെ കീ ബിഹേവിയർ എന്താണ്? യൂസിങ് സ്റ്റുഡൻസ് ഐഡിയാസ് ആൻഡ് കോൺട്രിബ്യൂഷൻ, സ്ട്രക്ചറിങ്, ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി, ക്വസ്റ്റ്യനിങ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചറിങ്. നമുക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയാമെങ്കിൽ നമ്മൾ എത്ര കുഴഞ്ഞു കിടക്കുന്ന ഒരു കണ്ടന്റ് ആണെങ്കിലും അതിനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് നമ്മൾ വളരെ നല്ല സ്ട്രക്ചറിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ മനസ്സിലാകുകയും അണ്ടർസ്റ്റാൻഡിങ് കൂടുകയും റിട്ടൻഷൻ പവർ കൂടുകയും ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. നെക്സ്റ്റ് വൺ, അറേഞ്ച് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഓഫ് ഇൻട്രാക്ഷൻ ഇൻ ലോജിക്കൽ ഓർഡർ. അനാലിസിസ് ഓഫ് ദ വർക്ക്, പ്ലാനിങ് ആൻഡ് presentation of material, modification and improvement. We are pretty sure modification and improvement will come in the last portion. So answer is 2, 3, 1. 2 planning and preparation first തന്നെ വരും. അത് കഴിഞ്ഞിട്ട് 3 presentation of material,
അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ അനാലിസിസ് ഓഫ് വർക്ക് ടു ബി ദ വർക്ക് ദാറ്റ് ഇസ് ഡൺ, ആൻഡ് ഫൈനലി ഇഫ് ദർ ഇസ് എനി മോഡിഫിക്കേഷൻ ഇംപ്രൂവ് ഇറ്റ്, വിച്ച് ഇസ് നോട്ട് എ ലെവൽ ഓഫ് ടീച്ചിങ് ലേണിംഗ്. ഈ പറയുന്നവരിൽ ടീച്ചിങ് ലേണിംഗിന്റെ ലെവൽ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ്, റിഫ്ലക്റ്റീവ്, ഡിഫറൻഷിയേഷൻ ലെവൽ. ആൻസർ ഇസ് ഡിഫറൻഷിയേഷൻ ലെവൽ. അങ്ങനെ ഒരു ലെവൽ ഓഫ് ലേണിംഗ് ഇല്ല, ടീച്ചിങ് ലേണിംഗ് ഇല്ല, വേർ സ്റ്റുഡൻസ് ആർ ഡിഫറൻഷിയേറ്റിംഗ് തിങ്സ്. That comes within the understanding level itself. Now, the next purpose of national education policy is, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഉദ്ദേശം എന്താണ്? യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ, വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, to review the education, to give equal opportunities of education. NEP 2020 എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. എക്വിറ്റബിലിറ്റി ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് അവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എടുത്ത് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ഏരിയ. നെക്സ്റ്റ് വൺ, ഹൂ എംഫസൈസ് ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് ബി എ സോഷ്യൽ പ്രോസസ്. സോഷ്യൽ പ്രോസസ് ആയിരിക്കണം എന്ന് ആരാണ് പറഞ്ഞത്? യൂഷ്വലി സോഷ്യൽ പ്രോസസ്സിനെ പറ്റിയിട്ട് സംസാരിച്ചിരിക്കുന്ന എല്ലാവരും പ്രാഗ്മാറ്റിസ്റ്റ് ആണ്. ഇതിനകത്ത് ആരാണ് പ്രാഗ്മാറ്റിസ്റ്റ്? ജോൺ ഡ്യൂയി ആണ് ആൻസർ വരുന്നത്. സോ ജോൺ ഡ്യൂയി ഇസ് ദ പേഴ്സൺ ഹു സ്ട്രെസ് ദാറ്റ് education should be a social process. Next one, which among the following is important for formulating curriculum? കരിക്കുലം ഫോർമുലേറ്റ് ചെയ്യാൻ ഈ പറയുന്നവയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ടീച്ചേഴ്സ് എബിലിറ്റി ആണോ, സ്റ്റുഡൻസ് കേപ്പബിലിറ്റി ആണോ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഐഡിയാസ് ആണോ, നാഷണൽ ഐഡിയോളജി ആണോ? ആൻസർ സ്റ്റുഡൻറ് കേപ്പബിലിറ്റി. കുട്ടിയുടെ കേപ്പബിലിറ്റിയും നീഡിനെയും ബേസ് ചെയ്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരിക്കുലം സെറ്റ് ചെയ്യേണ്ടത്. കാരണം കുട്ടിയുടെ ലെവലും കുട്ടിയുടെ സൈക്കോളജിക്കൽ നീഡ്സും അനുസരിച്ചല്ല കരിക്കുലം സെറ്റ് ചെയ്യുന്നതെങ്കിൽ ദ കരിക്കുലം ഇറ്റ് സെൽഫ് ബിക്കംസ് എ ബിഗ് ഫ്ലോ. മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റുഡൻറ് ഇവാലുവേഷൻ ഓഫ് ടീച്ചേഴ്സ് ആർ, സ്റ്റുഡൻറ് ഇവാലുവേഷൻ ഓഫ് ടീച്ചേഴ്സിനെ സ്റ്റുഡൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? ടു ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റുഡൻറ് വീക്ക്നെസ് ആണോ? അല്ല. To make teachers take teaching seriously, to help teachers adopt innovative methods of teaching. Yes, ടീച്ചറിൻ്റെ തൽക്കാലമുള്ള ഏരിയാസ് നോട്ട് അപ് ടു ദ മാർക്ക് ആണെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറയാം. To identify the areas of further improvement in teacher trait. Yes, of course. അപ്പോൾ 3 and 4 വരും. 3 and 4 വരുന്ന ഇവിടെ ഓപ്ഷൻ ഇതാണ്. അപ്പം ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. സ്റ്റുഡൻസ് ടീച്ചേഴ്സിനെ കീപ്പ് ഓൺ ഇവാലുവേറ്റിംഗ് ചെയ്താൽ ടീച്ചേഴ്സ് ടീച്ചിങ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കും എന്നാണ് ദ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഡ്സ്. ഓക്കെ, ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ഹാസ് ടു ബി ജഡ്ജ്ഡ് ഇൻ ടേംസ് ഓഫ് ടീച്ചറിന്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണ്? ടീച്ചർ കോഴ്സ് കവർ ചെയ്യുന്നുണ്ടോ, സ്റ്റുഡൻറ് ഇൻട്രസ്റ്റ് മാനിക്കുന്നുണ്ടോ, ലേണിംഗ് ഔട്ട്കംസ് ഓഫ് സ്റ്റുഡൻസ്, യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ഇൻ ക്ലാസ് റൂം. എപ്പോഴും എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ലേണിംഗ് ഔട്ട്കംസ് ഓഫ് സ്റ്റുഡൻസ്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ചില ഗോൾസ് കുട്ടികൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടീച്ചർ എഫക്റ്റീവ് ആയോ എന്ന് പറയും. അടുത്തത്, ടീച്ചിങ് പ്രൊഫഷൻ നോംസ് ആർ ഡെവലപ്ഡ് ബൈ. ടീച്ചിങ് പ്രൊഫഷണൽ നോംസ്. ടീച്ചിങ് പ്രൊഫഷണലിന്റെ നോംസ് സെറ്റ് ചെയ്യുന്നത് ഓബ്വിയസ്ലി NCTE ആണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് വൺ, ദ ടേം പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ഇസ് റിലേറ്റഡ് ടു. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിസമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ജോൺ ഡ്യൂയി ആണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ മുമ്പോട്ട് വെക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, NEP 2020യെ പറ്റിയാണ് പറയുന്നത്. envisages the creation of an apex body fostering strong research capacity. നല്ല റിസർച്ച് കപ്പാസിറ്റി ഉള്ള ഒരു പുതിയ അപ്പെക്സ് ബോഡീനെ NEP 2020 പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ്, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ. സോ ആൻസർ ഇസ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആണ് ഇനി അങ്ങോട്ട് പല യൂണിവേഴ്സിറ്റീസിലെയും ഹയർ എഡ്യൂക്കേഷൻ റിസർച്ചിനെ ഫണ്ട് ചെയ്യുന്നതും അതിനെ റെഗുലേറ്റ് ചെയ്യാൻ പോകുന്നതും. സോ
So that's it from my side for today. I hope this particular video helped in your preparation. ഇനി നമുക്ക് കുറച്ചധികം PYQs ചെയ്യാനുണ്ട്, which will be coming back to back every day. കാരണം നമുക്ക് ഇനി കുറച്ച് ദിവസവും കൂടെ ഉള്ളൂ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. ബിക്കോസ് ഓൾ കണ്ടന്റ് ഓൺ മൈ ചാനൽ ഇസ് ഫ്രീ. നിങ്ങൾക്ക് പേപ്പർ 1 ഈ കണ്ടന്റ് വെച്ച് മാത്രം അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ കീപ് ലേണിംഗ് വിത്ത് മീ, ഗായത്രി ശങ്കർ ഹിയർ ഓൺ യൂട്യൂബ്. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫ്രീ. ബൈ.